അസ്സലാമു അലൈക്കും. നേരത്തെ ഞാൻ മീൻപിടിപ്പാറ പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബാലൻസാണിത് കേട്ടോ. അന്ന് എനിക്ക് വോയിസ് കൊടുത്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. അന്ന് ഞങ്ങൾ പോയപ്പം നമുക്കവിടെ കാണാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത് ചെറിയൊരു സംഭവമൊന്നുമല്ല. പാർക്ക് കണക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പം പോയപ്പം മഴയായിരുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിറങ്ങാം. അതിനൊന്നും അവിടെ വിലക്കൊന്നുമില്ല കേട്ടോ. വെള്ളത്തിലിറങ്ങാം, പിള്ളേർക്ക് വെള്ളത്തിൽ കിടന്ന് കളിക്കാം. പിന്നെ ചുറ്റും അതിൻ്റെ ഭംഗിയെന്ന് വെച്ചാൽ കാട് തന്നെയാണ് കേട്ടോ. കാട് ഭയങ്കര മേപ്പോട്ട് നല്ല കാടാണ്. നമ്മളതെല്ലാം കണ്ട് അങ്ങനെ നടന്നു പോകുമായിരുന്നു കേട്ടോ. ഇതെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു തോടുകൂടെ ഉണ്ട് കേട്ടോ. ആ തോടിനെ ഇതിലേക്കൂടാണ് കടത്തി വിട്ടേക്കുന്നത്. അതിൻ്റെയാണെന്ന് തോന്നുന്നു ഇത്രയും വെള്ളവും കൂടെ അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്രയും വെള്ളം വരത്തില്ലല്ലോ. അവിടെ ആണെങ്കിൽ ഞങ്ങൾ നിന്ന് വീഡിയോ എടുക്കാൻ കാരണമുണ്ട് കേട്ടോ. അവിടെ മീനാണെങ്കിൽ പൊങ്ങിച്ചാടുന്ന ആ വെള്ളയായിട്ട് ചാടുന്നതെല്ലാം മീനാണ്. അതിനെ പിടിക്കാനായിട്ട് അവിടെ നീർക്കോലികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസവും. മീൻ ചാടുന്നതനുസരിച്ച് അത് പൊങ്ങി വരും. പിന്നെ മീൻ അപ്പോഴത്തേക്കിന് തെന്നി അപ്പുറത്തോട്ട് പോവും. ചിലതിനെയൊക്കെ അതിന് വായി കിട്ടുമായിരുന്നു, ചിലതൊക്കെ തെന്നി മാറിപ്പോവും. അങ്ങനെ 2-3 നീർക്കോലി കുഞ്ഞുങ്ങളും അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഇവിടെയൊക്കെ ഇറങ്ങി നമുക്ക് നല്ലതുപോലെ എല്ലാം കാണുകയും കേൾക്കുകയും ഇറങ്ങി വെള്ളത്തിൽ നിൽക്കുകയും പിള്ളേരെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കത്തില്ല. അവിടെ ഈ വെള്ളം കണ്ടില്ലേ, ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് അത്രയ്ക്ക് ശക്തിയായിട്ട് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ പോയെങ്കിലും പിള്ളേരെ ഒന്നും ഇറക്കാൻ പറ്റിയില്ല. വെള്ളം ഇങ്ങനെ കാണുമ്പം തന്നെ നമുക്കും ഒരു പേടിയായിരുന്നു. അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം അത് കണ്ടു കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണാം എന്നെനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്നിട്ടത് സൂം ചെയ്ത് എടുത്ത് നോക്കി. പക്ഷേ നീർക്കോലിയെ കാണുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ എഡിറ്റ് ചെയ്തുമ്പോൾ നോക്കിയപ്പോഴും അതിനെ കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇവിടെ മീൻപിടിപ്പാറ എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഇഷ്ടംപോലെ മീനുകളും ഉണ്ട്. സ്വാഭാവികമായിട്ടും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതല്ലേ. അന്നേരം അതിനകത്ത് കുറേ മീനൊക്കെ കാണും. അങ്ങനെ ആയിരിക്കാം. എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയില്ല കേട്ടോ. നേരത്തെ ഞങ്ങളിവിടെയൊക്കെ ഇറങ്ങി നിന്ന് നേരത്തെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനെ നിന്ന് കാണാനേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പിള്ളേർക്ക് അവിടെ ഐസ്ക്രീമൊക്കെ മേടിക്കാൻ കിട്ടും. പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോകുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ അടുത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണുമായിരിക്കും. അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് പോയിട്ടൊക്കെ വരിക കുട്ടികളെയൊക്കെ കൊണ്ട്. അവർക്കും അതൊരു സന്തോഷമാവും. പിന്നെ നമ്മളും നേരത്തെ ഒന്നും നമുക്ക് ഇത്ര അടുത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അവരെല്ലാവരും ഫ്രണ്ടേ പോകുന്നുണ്ട്. മൂത്തമ്മ, അനിയത്തിമാർ 2 പേരും, അനിയൻ, ബാക്കി എല്ലാവരും നേരത്തെ പോകുന്നുണ്ട്. ഇപ്പോഴെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.